വാർത്തകൾ വിശദമായി നോക്കാം. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകണമെന്ന് ശബ്ദരേഖ. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റിളവുകൾക്കും കൊടുക്കണമെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, സേഫ് സെലബ്ദീൻ എന്നിവർ ചേരുകയാണ്. ഷിജോ, വീണ്ടും സംസ്ഥാനത്തൊരു ബാർ കോഴ വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. എന്താണ് സംഘടനാ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദരേഖയിൽ പറയുന്നത്? എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? എന്താവശ്യത്തിനായി ഈ പണം നൽകണമെന്നാണ് ആ ശബ്ദരേഖയിലുള്ളത്? ദിവ്യ, കേരള ഫെഡറേഷൻ സംസ്ഥാന ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോന്റെ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. ഇടതുമുന്നണി പോലും അതിലൊരു നയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൻ്റെ ആധികാരികതയിലടക്കം ഇനിയിപ്പോൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് നമുക്ക് ഇളവുകൾ ലഭിക്കേണ്ടതുണ്ട്, നമുക്ക്